സോ നമുക്ക് നമ്മളുടെ പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. പക്കാ തിയറി ചാപ്റ്റർ ആണ്. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യാം. മക്കളെ, നമ്മൾ ഈ ചെയ്യുന്ന ക്ലാസ്സസിൻ്റെ ഒക്കെ തിയറി ക്ലാസ്സസ് ആകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ നോട്ട് കിട്ടിയെങ്കിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയുക. ആ നോട്ട്സ് എല്ലാം നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മുടെ ഐഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഏതൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് CM Academy എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ മെനുവിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട എല്ലാത്തിൻ്റെയും നോട്ട്സും CM Academy ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസിൻ്റെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി ഐഫോൺ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് മൈൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പാണ്. അതിനുശേഷം ORG കോഡ് ആയിട്ടുള്ള HGNTIB നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നിങ്ങളോട് ഇതായിരിക്കും ചോദിക്കുക. അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബാക്കിയെല്ലാം സെയിം പരിപാടിയാണ്. മെനുവിൽ പോയിട്ട് ഫ്രീ മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്ക് സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തോ അല്ലാണ്ടയോ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. എന്താണ് ആ പേര് പറയുന്നത്? ഹാർഡ്വെയർ. അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ആർ CPU രജിസ്റ്റേഴ്സ്? ഗിവ് എക്സാമ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചു വെച്ചോ. പരീക്ഷയ്ക്ക് ഇടക്കിടക്ക് ചോദിക്കുന്ന സാധനമാണിത്. എത്ര രജിസ്റ്റേഴ്സ് ആണുള്ളത്? നമുക്ക് 5 രജിസ്റ്റേഴ്സ് ആണുള്ളത്. അക്യുമുലേറ്റർ, MAR, MBR, PCIR. ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഫസ്റ്റ് വൺ, അക്യുമുലേറ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അരിതമെറ്റിക് ലോജിക് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് MAR, അതായത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയും. ആരാടാ? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോർസ് ദ address of the memory location from which data is read or written. ആ ഡാറ്റ റീഡ് ചെയ്യുകയോ റിട്ടേൺ ചെയ്യുകയോ ചെയ്യുന്നതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തെക്കുന്ന ആളാണ് ആര്? മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അടുത്തതാണ് MBR, അതായത് മെമ്മറി ബഫർ രജിസ്റ്റർ. ബഫർ രജിസ്റ്റർ എന്താ ചെയ്യുന്നത്? നമ്മളുടെ MAR അഡ്രസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ്സ് ദ ഡാറ്റ ടു ബി റീഡ് ഓർ റിട്ടേൺ ഫ്രം മെമ്മറി ബൈ പ്രൊസസ്സർ. മെമ്മറിയും പ്രൊസസ്സറും ആയിട്ട് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആളാണ് ബഫർ രജിസ്റ്റർ. അഡ്രസ് രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അടുത്തതാണ് IR, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇറ്റ് സ്റ്റോർസ് ദ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസ്സർ. പ്രൊസസ്സറിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പരിപാടികൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുറേ സാധനങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും, കൺവേർഷൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഡൗൺലോഡിന് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഈ പണികളുടെ ലിസ്റ്റ് ഇങ്ങനെ ഓർഡർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഏതിലാണ്? IR-ലാണ്. അടുത്തതാണ് PC പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്, 5 പേരെയും പഠിച്ചിരിക്കണേ. അടുത്തതാണ് എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഈ ചാപ്റ്ററിൻ്റെയും നമ്മളുടെ തിയറി ചാപ്റ്റേഴ്സിലൊക്കെ ഉള്ള അബ്രീവിയേഷൻസ്, അതായത് ഫുൾ ഫോം എക്സ്പാൻഡ് ചെയ്യാനുള്ള, ഷോർട്ട് ഫോം എക്സ്പാൻഡ് ചെയ്യാനുള്ള എല്ലാ സാധനത്തിൻ്റെയും ഫുൾ ഫോം പഠിച്ചു വെച്ചുകൊണ്ടു. മിക്കവാറും പരീക്ഷയ്ക്ക് 1 or 2 ഫുൾ ഫോം ചോദിക്കാറുണ്ട്. സോ ഫസ്റ്റ് വൺ USB-ൻ്റെ ഫുൾ ഫോം ആണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് നമ്മളുടെ USB-ൻ്റെ ഫുൾ ഫോം വരുന്നത്. അടുത്തത് HDMI-ൻ്റെ ഫുൾ ഫോം ആണ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ് HDMI-ൻ്റെ ഫുൾ ഫോം വരുന്നത്. അടുത്തത് 1 ബൈറ്റ് എത്ര ബിറ്റ് ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. 4 ബൈറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു നിബിൾ എന്ന് പേര് വിളിക്കും. എന്താ പേര് വിളിക്കുക? ഒരു നിബിൾ. ഇങ്ങനത്തെ 1024 ബൈറ്റ് കൂടിയതാണ് എന്തെന്ന് പറയുന്നത്? ഒരു KB എന്ന് പറയുന്നത്, കിലോ ബൈറ്റ് എന്ന് പറയും. ഇത്തരത്തിലുള്ള 1024 KB കൂടിയതാണ് എന്തെന്ന് പറയുന്നത്? ഒരു MB എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? 1024 MB കൂടിയിട്ടുണ്ടെങ്കിൽ GB ആവും, ഗിഗാബൈറ്റ്. അടുത്തത് GB കഴിഞ്ഞാൽ TB, അങ്ങനെ പോകുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമ്പാരിസൺ ബിറ്റ്വീൻ റാം ആൻഡ് റോം. മിക്കവാറും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണിത്. റാം ആൻഡ് റോം കമ്പാരിസൺ. റാമിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, റാൻഡം ആക്സസ് മെമ്മറി. റോമിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, റീഡ് ഓൺലി മെമ്മറി. എന്താണടാ? റീഡ് ഓൺലി മെമ്മറി. റാം ആണ് കൂട്ടത്തിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളത്. ആരാണ് സ്ലോവർ ആയിട്ടുള്ളത്? റോം ആണ് സ്ലോവർ ആയിട്ടുള്ളത്. റാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണ്? ഇറ്റ് സ്റ്റോർസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ടെമ്പററിലി ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളാണ് റാം എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഫോട്ടോ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു സമയത്ത് ഇടിവെട്ടി കറണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തലക്ക് കൈവെക്കും. കാരണം എന്താ? ആ ചെയ്തു വെച്ച ഫോട്ടോ മൊത്തം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണ്? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയപ്പെട്ട സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റാമിലാണ്. അതാണ് പറഞ്ഞത്. അപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യും, ടെമ്പററിലി റാമിൽ സ്റ്റോർ ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണോ ഇത് സേവ് ചെയ്യുന്ന സമയത്താണ് റാമിൽ നിന്ന് ഇത് മാറിയിട്ട് നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിലോ SSD-യിലോ പോയിട്ട് സ്റ്റോർ ആവുന്നത്. ഓക്കെ ആണല്ലോ. പക്ഷേ നമ്മുടെ റോമിൻ്റെ പണി ഇതൊന്നല്ല. മുപ്പറ്റ പരിപാടി ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ബൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കമ്പ്യൂട്ടറിനെ ഓൺ ആക്കുക. അതാണ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് അലോസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. കാരണം സ്റ്റോർ ചെയ്യാനും പറ്റും,
എന്ത് ചെയ്യാനും പറ്റും, സ്റ്റോർ ചെയ്ത സാധനം എടുക്കാനും എന്തിൽ പറ്റും, റാമിൽ പറ്റും. പക്ഷേ റോമിൽ പറ്റില്ല. ഇറ്റ് അലോസ് റീഡിങ് ഓൺലി. കമ്പ്യൂട്ടർ ഇന്ന് ഓണാക്കിയ മാതിരി അല്ല നാളെ ഓണാക്കില്ല, അങ്ങനെ ഉണ്ടോ? ഇന്ന് ഓണാക്കുന്നത് പോലെ തന്നെ അല്ലേ നാളെ ഓണാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യാൻ പറ്റും, സമ്മതിക്കൂല, റീറൈറ്റ് ചെയ്യാൻ അത് സമ്മതിക്കൂല. അടുത്താണ് ഇറ്റ് വിൽ ലൂസ് ഇറ്റ്സ് ഡാറ്റ ഇഫ് പവർ ഈസ് ടേൺഡ് ഓഫ്. കറണ്ട് പോയ റാമത്തെ ഡാറ്റ മൊത്തം പോകും. അങ്ങനെയുള്ള മെമ്മറിനെ പറയുന്ന പേരാണ് വോളറ്റൈൽ മെമ്മറി. എന്ത് മെമ്മറി എന്നാ വിളിക്കുക? വോളറ്റൈൽ മെമ്മറി. റോമിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടോ? കറണ്ട് പോയ ഡാറ്റ പോകുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കമ്പ്യൂട്ടർ ഓണാവോ? കാരണം ഓണാവാനുള്ള എങ്ങനെയാണ് ഓണാക്കേണ്ടത് എന്നുള്ള എഴുതി വെച്ചിട്ടുള്ള മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. സോ ഇറ്റ് റീറ്റെയിൻ ഡാറ്റ ഈവൻ ഇഫ് ദ പവർ ഈസ് ടേൺഡ് ഓഫ്. അങ്ങനെയുള്ള മെമ്മറികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ വോളറ്റൈൽ. മക്കളെ ഈ കമ്പാരിസൺ ശരിക്കും പഠിച്ചു വെച്ചോ, പരീക്ഷയ്ക്ക് എന്തെങ്കിലും ആയിട്ട് ചോദിക്കുന്നതാണ് ഇതിന്. അടുത്താണ് വാട്ട് ഈസ് കേഷ് മെമ്മറി. കേഷ് മെമ്മറി ഈസ് എ സ്മാൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ റാം ആൻഡ് പ്രൊസസർ. റാമിൻ്റെയും പ്രൊസസറിൻ്റെ ഇടയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ആളാരാ? പ്രൊസസറാണ്. അത് കഴിഞ്ഞാൽ ആരാണ്? കേഷ് മെമ്മറിയാണ്. അത് കഴിഞ്ഞാലാണ് ആര് വരുന്നത്? റാം വരുന്നത്. അത് കഴിഞ്ഞാലോ നമ്മുടെ സെക്കൻഡറി മെമ്മറി വരും. ഫ്രീക്വൻലി ആക്സസ്ഡ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ആർ സ്റ്റോർഡ് ഇൻ കേഷ് ഫോർ ക്വിക്ക് ആക്സസ്. കേഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ ഒരു ഏരിയ തന്നെയാണ്. അതിൽ നമ്മുടെ ക്വിക്ക് ആക്സസിന് വേണ്ടിയിട്ട് കുറേ ഡാറ്റ അവിടെ കൊണ്ടുപോയിക്കാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. എന്താ ഏതാണെന്നുള്ളതൊന്നും നമ്മൾ നോക്കാൻ നിൽക്കേണ്ട. തൽക്കാലം ഇതാണ് പഠിച്ചു വെച്ചോക്ക്, പരീക്ഷയ്ക്ക് നമുക്ക് അതിനെ സമയമുള്ളൂ. റൈറ്റ് എനി 2 എക്സാമ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. 2 ചോദിച്ചത്, പക്ഷേ 3 തന്നിട്ടുണ്ട്. CD, DVD, ബ്ലൂറേ DVD. അടുത്തത് നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് മെമ്മറി ഡിവൈസ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ സ്പീഡിൻ്റെ ഓർഡറിൽ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും സ്പീഡ് കൂട്ടിയിട്ടുള്ള ആളാരാണ്? പ്രൊസസർ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രൊസസറിൻ്റെ ഉള്ളിലുള്ള മെമ്മറിയാണ് ആരെന്ന് പറയുന്നത്? രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ. പ്രോസസ്സറാണ് സ്പീഡ് കൂടുതൽ. പ്രോസസ്സറിൻ്റെ ഉള്ളിലുള്ള മെമ്മറിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്? രജിസ്റ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള മെമ്മറി ഏതായിരിക്കും? രജിസ്റ്റർ ആയിരിക്കും. പിന്നെ കേഷ്, പിന്നെ റാം, പിന്നെ ഹാർഡ് ഡിസ്ക്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് നേരെ അടുത്ത ഏരിയയിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്പ് ഓഫ് മെമ്മറി ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള വേരിയസ് ടൈപ്പ് മെമ്മറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 2 ടൈപ്പ് മെമ്മറിയാണ് കമ്പ്യൂട്ടറിലുള്ളത്. ഫസ്റ്റ് വൺ പ്രൈമറി മെമ്മറി, സെക്കൻഡ് വൺ സെക്കൻഡറി മെമ്മറി. എന്താണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി ദാറ്റ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ ദ CPU. CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെമ്മറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്രൈമറി മെമ്മറി. 3 ടൈപ്പ് പ്രൈമറി മെമ്മറികളാണുള്ളത്. ഏതൊക്കെയാ? റാം, റോം, കേഷ് മെമ്മറി. പൊന്നാര മക്കളെ, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെന്ത്? എക്സ്പ്ലെയിൻ അബൌട്ട് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞിട്ട് 3 മാർക്കിന് ചോദിച്ചാൽ ഇത് മാത്രം കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ 3 മാർക്ക് കിട്ടൂല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സാമ്പിൾ ആയിട്ടുള്ള റാം, റോം, കേഷ് മെമ്മറി ഈ 3 ആളെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റാം എന്താണ്, റോം എന്താണ്, കേഷ് മെമ്മറി എന്താണെന്നുള്ളതൊക്കെ. ആ 3 എക്സ്പ്ലനേഷൻ താഴത്തേക്ക് വരിക്കണം എഴുതി കൊടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഫുൾ മാർക്ക് അതിന് കിട്ടുകയുള്ളൂ. 3 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1/2-3/4 പേജെങ്കിലും നിങ്ങൾ എഴുതി കൊടുക്കണം. ഞാൻ നേരത്തെ തൊട്ട് മുൻപുള്ള പല വീഡിയോകളിലായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മാർക്ക് കാരണം അറ്റ്ലീസ്റ്റ് 2 പോയിന്റെങ്കിലും എഴുതിയാലാണ് നമുക്ക് മാർക്ക് കിട്ടുക. അപ്പോൾ 2 മാർക്കിന് വെച്ചാലോ 4 പോയിന്റ് എഴുതണം. കഴിയുന്നുണ്ടെങ്കിൽ 5 എഴുതി കൊടുക്കുക. അഥവാ ഒന്ന് തെറ്റിയാൽ അതിനെ ഒരു റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഏരിയയിലേക്ക് പോവാം. സെക്കൻഡറി മെമ്മറി. ഏതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്? സെക്കൻഡറി മെമ്മറി ഈസ് എ പെർമനന്റ് ഇൻ നാച്ചർ. സെക്കൻഡറി മെമ്മറി എന്താണ്? ഒരു പെർമനന്റ് മെമ്മറിയാണ്. ഇറ്റ് ഈസ് ലാർജർ ദാൻ റാം. റാമിനെക്കാട്ടിലും വലുതാണ്. സ്പേസ്, കുറേ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആരെ കൊണ്ട് കഴിയും? സെക്കൻഡറി മെമ്മറിനെ കൊണ്ട് കഴിയും. ദ സെക്കൻഡറി മെമ്മറീസ് ആർ. ഏതൊക്കെയാണ് സെക്കൻഡറി മെമ്മറി? ഫസ്റ്റ് വൺ മാഗ്നറ്റിക് മെമ്മറി, സെക്കൻഡ് വൺ ഒപ്റ്റിക്കൽ മെമ്മറി, തേർഡ് വൺ സെമി കണ്ടക്ടർ മെമ്മറി. എന്താണ് മാഗ്നറ്റിക് മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇറ്റ് യൂസസ് പ്ലാസ്റ്റിക് ടൈപ്പ് ഓർ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തുകൊണ്ടുള്ള സാധനമാണ്. പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്കിൻ്റെ ഒക്കെ പുറത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ ടൈപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഏതൊക്കെയാണ്? നമ്മുടെ മാഗ്നറ്റിക് ടൈപ്പ്, അതുപോലെ ഹാർഡ് ഡിസ്ക്. എന്താണ് ഈ മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പണ്ട് വീട്ടിലൊക്കെ കാസറ്റ് ഉണ്ടായിരുന്നു. ഈ കാസറ്റിലുള്ള റീലുണ്ട്, ഒരു ബ്ലാക്ക് കളറുള്ള ആ സാധനമാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിക് ടൈപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഒപ്റ്റിക്കൽ മെമ്മറി. ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അലുമിനിയം ഫോസിൽ സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ 2 സർക്കുലർ പ്ലാസ്റ്റിക് ഡിസ്ക്. ഇറ്റ് യൂസസ് ലോ പവേർഡ് ലേസർ ബീം ടു റീഡ് ആൻഡ് റൈറ്റ് ഡാറ്റ. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വെക്കുക, ഈ ഒരു ഏരിയയെങ്കിലും പഠിച്ചു വെക്കുക. ലേസർ പവേർഡ്, ലോ പവേർഡ് ലേസർ വെച്ചിട്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന മെമ്മറി ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഒപ്റ്റിക്കൽ മെമ്മറി ഡിവൈസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? CD, DVD, ബ്ലൂറേ DVD. അടുത്തായിട്ട് പഠിക്കാനുള്ളത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. സെമി കണ്ടക്ടർ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു EEPROM ആണ്. EEPROM ആണ്. എന്താണ് ഈ EEPROM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മക്കളെ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു എന്തിനെ പറ്റിയിട്ട്? റോമിനെ പറ്റിയിട്ട് തൊട്ട് മുമ്പ് പഠിച്ചു. ഈ റോമിൻ്റെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്? റോം, റാൻഡം ആക്സസ് മെമ്മറി. അടുത്തതാണ് പ്രോം, പ്രോഗ്രാമബിൾ റാൻഡം ആക്സസ് മെമ്മറി അല്ല, റീഡ് ഓൺലി മെമ്മറിയാണ്. ഫുൾ ഫോം തെറ്റി പറഞ്ഞതാണ്. സോ പിന്നെ അതാണ് പ്രോം, അതായത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തതാണ് EEPROM,
ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അടുത്തതാണ് EEPROM, അതായത് ഇലക്ട്രോണിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അയാളാണ് ഇയാൾ എന്ന് പറയുന്നത്, ഇലക്ട്രോണിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതായത് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള മെമ്മറികൾ. സ്റ്റോറേജ് ചിപ്പ് ഫോർ ഡാറ്റ സ്റ്റോറേജ്. ദേ ഡു നോട്ട് കണ്ടെയ്ൻ എനി മൂവിങ് പാർട്സ്, സോ ദേ ആർ ഷോക്ക് പ്രൂഫ്. നമ്മളുടെ ഹാർഡ് ഡിസ്കിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മൂവിങ് പാർട്ട് ഉണ്ട്, ഹെഡ് വെച്ചിട്ടാണ് ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ സെമി കണ്ടക്ടർ മെമ്മറിയിൽ എന്താണ് ഈ സെമി കണ്ടക്ടർ മെമ്മറി എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻഡ്രൈവ്, അതേപോലെ നമ്മളുടെ SSD മെമ്മറി കാർഡ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, സെമി കണ്ടക്ടർ മെമ്മറി ഡിവൈസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് എനി 5 ഇൻപുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും 5 ഇൻപുട്ട് ഡിവൈസിനെ കുറിച്ച്, ഏകദേശം 15ഓളം ഇൻപുട്ട് ഡിവൈസിനെ പറ്റിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു 5 പറ്റി പഠിച്ചു വെക്കുക, കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് കീബോർഡ്. കീബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ടു ഇൻപുട്ട് ആൽഫബറ്റ്, നമ്പേഴ്സ് ആൻഡ് അതർ ക്യാരക്ടേഴ്സ്. അടുത്തതാണ് മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ദ മൂവ്മെന്റ് ഓഫ് കഴ്സർ ഓൺ ഡിസ്പ്ലേ സ്ക്രീൻ. ഒരു പോയിന്റിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് മൗസ് എന്ന് പറയുന്നത്. അടുത്താണ് ലൈറ്റ് പെൻ. ഇറ്റ് ഈസ് ആൾസോ എ പോയിന്റിംഗ് ഡിവൈസ്. ഇറ്റ് ഈസ് എ ലൈറ്റ് സെൻസിറ്റീവ് പോയിന്റിംഗ് ഡിവൈസ് യൂസ്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് ഓൺ കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിൽ പിക്ചേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്താണ് ടച്ച് സ്ക്രീൻ. ഇറ്റ് അലോസ് ദ യൂസർ ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടർ ബൈ സിംപ്ലി ടച്ചിങ് ഓൺ ദ ഡിസ്പ്ലേ സ്ക്രീൻ. വെറുതെ ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. അടുത്താണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഇറ്റ് അലോസ് ആർട്ടിസ്റ്റ് ടു ക്രിയേറ്റ് ഗ്രാഫിക്കൽ ഇമേജസ്. അതായത് നമ്മൾ ഇരുന്നിട്ട് ടാബിലൊക്കെ ക്ലാസ് എടുക്കുമല്ലോ, അത്തരത്തിലുള്ള ടാബുകൾ. മക്കളെ, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെയും കുറേ ഇൻപുട്ട് ഡിവൈസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആളാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ചെക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതെന്തിനാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത്? MICRൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് QR കോഡ് സ്കാനർ, ക്വിക്ക് റെസ്പോൺസ് സ്കാനർ. അതുപോലെ OMR റീഡർ, എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇവരുടെയൊക്കെ ഫുൾ ഫോം ഞാൻ വീണ്ടും പറയുന്നു, ഫുൾ ഫോമുകളെല്ലാം നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഹൗ ഇ-വേസ്റ്റ് ക്രിയേറ്റ് എൻവിയോൺമെൻറ്റൽ ആൻഡ് ഹെൽത്ത് പ്രോബ്ലം. എങ്ങനെയാണ് ഇ-വേസ്റ്റ് നമുക്ക് പണി ഉണ്ടാക്കുന്നത്? ഇ-വേസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ്. അപ്പോൾ ആദ്യം മക്കളെ, ഇതൊരു 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഇ-വേസ്റ്റ് എന്നുള്ള എഴുതി കൊടുക്കുക. എന്താണ് ഇ-വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് ഇ-വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ദാറ്റ് നിയറിംഗ് ടു ദെയർ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. നിയറിംഗ് ടു ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അവരുടെ കാലഘട്ടം അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ള ആളെയാണ് നമ്മൾ ഇ-വേസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതി കൊടുക്കുക? ഈ സാധനം എഴുതി കൊടുക്കുക. ഇ-വേസ്റ്റ് കണ്ടെയ്ൻസ് ടോക്സിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് മെർക്കുറി, ലെഡ് എക്സെട്ര. മെർക്കുറി, ലെഡ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാവല്. ഈ 2 സാധനത്തിൻ്റെയും പ്രശ്നം എന്താണ്? വിച്ച് കോസസ് ക്യാൻസർ ആൻഡ് മെനി അതർ ഹെൽത്ത് പ്രോബ്ലംസ് ഇഫ് നോട്ട് പ്രോപ്പർലി മാനേജ്ഡ്. മര്യാദക്ക് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും എന്നർത്ഥം. അപ്പം ചോദിച്ചത് എന്തായിരുന്നു? നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആദ്യം നിങ്ങൾ എന്ത് എഴുതി കൊടുക്കുക? എന്താണ് ഇ-വേസ്റ്റ് എന്നുള്ള എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ സാധനം എഴുതി കൊടുക്കുക. അപ്പോൾ എന്താണ് മെച്ചം? നമ്മൾ ചോദിച്ചത് ഇതാണ്, 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ആ കൂടെ ഒരു വരിയെ നമുക്ക് എഴുതാൻ കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു 4-5 വരി സാധനം ഉണ്ടാവും. പക്ഷേ ചോദിച്ച ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം എഴുതി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് കൂട്ടാനും മാർക്ക് കയറ്റാനും അത് കാരണമാവും. അടുത്തതാണ് ഡിഫൈൻ term e-waste. Explain briefly about e-waste disposal method. എന്താണ് e-waste എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, e-waste refers to the electronic product nearing to end of their useful life. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഡിസ്കാർഡഡ് കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ്, ടെലിഫോൺ സെറ്റ്സ്, റെഫ്രിജറേറ്റർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുത്തോളൂ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. അടുത്താണ് e-waste ഡിസ്പോസൽ മെത്തേഡ്. എത്ര ഡിസ്പോസൽ മെത്തേഡാണുള്ളത്? 4 എണ്ണമാണ് നമുക്കുള്ളത്. റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്കിൾ, ലാൻഡ് ഫില്ലിംഗ്. എന്താണ് റീയൂസ് എന്ന് പറഞ്ഞാൽ? സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പരിപാടി. എന്താണ് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ? വേസ്റ്റ് ഈസ് ബേൺഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നല്ല ഹൈ ടെമ്പറേച്ചറിൽ കൺട്രോൾഡ് കമ്പഷൻ നടത്തുന്ന പരിപാടിക്കാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. റീസൈക്കിൾ എന്ന് പറഞ്ഞാലോ മേക്കിംഗ് ന്യൂ പ്രൊഡക്റ്റ് ഫ്രം ദ ഓൾഡ് ഡിവൈസസ്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാലോ സോയിൽ ഈസ് എക്സ്കവേറ്റഡ് ആൻഡ് ഇ-വേസ്റ്റ് ഈസ് ബറീഡ് ഇൻ ഇറ്റ്. വലിയ കുഴി എടുത്തിട്ട് അതെല്ലാം കൂടെ അതിൽ കൊണ്ടേക്കാണ്ട് തട്ടിയിട്ടാണ് മൂടണ പരിപാടിക്കാണ് ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ലാൻഡ് ഫില്ലിംഗ് ആണ്. ഓഡ് വൺ ഔട്ട് ചോദിച്ചാലും ലാൻഡ് ഫില്ലിംഗ് ആണ് കൊണ്ടേ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് വിച്ച് among the following is not a recommended method for e-waste disposal method? ചോദിച്ച സാധനം തന്നെ ലാൻഡ് ഫില്ലിംഗ്. അടുത്ത എന്താ പറയുന്നത്? വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഗിവ് ടു എക്സാമ്പിൾ. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചോദിച്ചത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട് ആസ് എ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഹാർഡ്വെയർ. യൂസറിൻ്റെയും ഹാർഡ്വെയറിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ഓപ്പറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എക്സാമ്പിൾ പഠിച്ചിരിക്കണം. മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ലിനക്സ്, ഉബുണ്ടു, ഡോസ്.
നെക്സ്റ്റ് നോക്കാം, വാട്ട് ഈസ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള സാധനമാണ് ഇത്. ഏതൊക്കെയാണ്? 4 എണ്ണാണുള്ളത്. പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. 4 മാനേജ്മെൻ്റ് ആണുള്ളത്. 4 മാനേജ്മെൻറ്റും പഠിച്ചിരിക്കണം. വാട്ട് ഈസ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്? എന്താ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ അസംബ്ലി ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. മക്കളെ, നമുക്കറിയാം കമ്പ്യൂട്ടറിന് കൂടെ അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. പക്ഷെ നമുക്കതറിയോ? നമുക്ക് അറിയാത്ത കേടല്ല, അത് പഠിച്ചെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫസ്റ്റിൽ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ കാലത്ത് ചാൾസ് ബാവേജും അഡാ ലവ്ലേസും ഒക്കെ ഇത് മെഷീൻ ലാംഗ്വേജ് വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഈ കാലത്ത് ആരും ഇത് ചെയ്യണില്ല. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ പ്രോഗ്രാം എഴുതൽ ഹൈ ലെവൽ ലാംഗ്വേജിലും അസംബ്ലി ലാംഗ്വേജിലാണ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജിക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. എത്രണ്ണാണുള്ളത്? 3 എണ്ണാണുള്ളത്. ഫസ്റ്റ് വണ്ണാണ് അസംബ്ലർ. അസംബ്ലർ പേര് തന്നെ ഉണ്ട്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിക്ക് മാറ്റാനുള്ള ആളാണ് അസംബ്ലർ. കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ്. അടുത്തതാണ് ഇന്റർപ്രറ്ററും കമ്പൈലറും. 2 പേരും ചെയ്യുന്ന പരിപാടി ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിക്ക് മാറ്റില്ല. പക്ഷേ വ്യത്യാസം എന്താണ്? ഇന്റർപ്രറ്റർ നമ്മൾ ഓൾറെഡി വേറൊരു ചാപ്റ്ററിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർപ്രറ്റർ കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻറ്റു മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ആര് കൺവേർട്ട് ചെയ്യുന്നത്? ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. ഇയാളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, രണ്ടാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, മൂന്നാമത്തെ ലൈനിൽ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഇനി 10,000 ലൈൻ ഉണ്ടെങ്കിലും ശരി, ആ മൂന്നാമത്തെ ലൈനിലെ പ്രശ്നം തീർത്തിട്ടേ മൂപ്പര് താഴത്തേക്ക് പോകുള്ളൂ. അടുത്തതാണ് കമ്പൈലർ. കമ്പൈലറുടെ പരിപാടി എന്താണ്? ഇറ്റ് കൺവേർട്സ് ഹോൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻറ്റു മെഷീൻ ലാംഗ്വേജ് അറ്റ് എ ടൈം. മുമ്പ് മൊത്തം കൺവേർട്ട് ചെയ്യും, എന്നിട്ട് വരിക്ക് എററാണ് പ്രിന്റ് ചെയ്ത് തരും. ഈ കമ്പൈലർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കൂളുകളിൽ ലാബിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വരിക്ക് എറർ 2ാമത്തെ വരിയിൽ, 5ാമത്തെ വരിയിൽ, 7ാമത്തെ വരിയിൽ, 24ാമത്തെ വരിയിൽ പറഞ്ഞിട്ട് എറർ അങ്ങനെ വരിക്ക് ലിസ്റ്റ് ചെയ്ത് തരും ആര്? കമ്പൈലർ. പക്ഷേ മൂപ്പര് ഒറ്റയടിക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു മെച്ചമുണ്ട്. അടുത്തതാണ് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് കോമ്പണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അടുത്തതാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്താണെന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് തൊട്ടപ്പുറത്തെ ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അടുത്തതാണ് കാറ്റഗറൈസ് ദ സോഫ്റ്റ്വെയർ ഗിവൺ ബിലോ ഇൻടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ പാക്കേജ്, അതുപോലെ യൂട്ടിലിറ്റി പ്രോഗ്രാം. ഈ തന്നിട്ടുള്ളതിന് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, യൂട്ടിലിറ്റി പ്രോഗ്രാം, അതുപോലെ ആപ്ലിക്കേഷൻ പാക്കേജ് ആയിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലിനക്സ് എന്താണ്? OS ആണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് അതെന്താണ്? ഒരു ആപ്ലിക്കേഷൻ പാക്കേജ് ആണ്, ഒരു ആപ്ലിക്കേഷൻസ് പ്രോഗ്രാം ആണ്. വിൻഡോസ് എന്താണ്? അതും ഒരു OS ആണ്. വിൻസിപ്പ് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാം ആണ്. കാസ്പെർസ്കി എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂട്ടിലിറ്റി പ്രോഗ്രാം ആണ്. അതുപോലെ ഓപ്പൺ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമറാണ്. ഇങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഉള്ളത്. അടുത്ത എന്താ പറഞ്ഞത്? വാട്ട് ഈസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ? നേരത്തെ പറഞ്ഞ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഈ ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരുന്നു ചോദ്യം? എക്സ്പ്ലെയിൻ വേരിയസ് കോമ്പണൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ട് 4 മാർക്ക് 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇതുപോലെ എഴുതി കൊടുക്കണം. അത് എഴുതിയതിന് ശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് അതുപോലെ ഫുൾ എഴുതി കൊടുക്കുക. അതിനുശേഷം ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്താണെന്നുള്ളത് തൊട്ട് ബാക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അതുപോലെ മൊത്തമായിട്ട് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക്. എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ? സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്സ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക്. ഏതൊക്കെയാണ് അങ്ങനത്തെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ്? ഫസ്റ്റ് വൺ ആണ് കംപ്രഷൻ ടൂൾസ്. കംപ്രഷൻ ടൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വലിയ ഫയൽസിനെ കംപ്രസ് ചെയ്തിട്ട് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് ഫയൽസ് ക്യാൻ ബി കംപ്രസ്ഡ് സോ ദാറ്റ് ദേ ടേക്ക് ലെസ് സ്റ്റോറേജ് ഏരിയ. വിൻസിപ്പ്, വിൻറാർ. അടുത്തതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. റീ അറേഞ്ചസ് ഫ്രാഗ്മെന്റഡ് ഫയൽസ് ഓൺ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്. നമ്മളെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുമല്ലോ, ആ പരിപാടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റ്. അടുത്താണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ഡ്യൂപ്ലിക്കേറ്റ്സ് ഡിസ്ക് ഇൻഫർമേഷൻ സോ ആസ് ടു യൂസ് ഇൻ ദ ഇവന്റ് ഓഫ് സിസ്റ്റം ക്രാഷ്. സിസ്റ്റം ക്രാഷ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കപ്പ് ആയിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അടുത്താണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ്. സ്കാൻസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ വൈറസ് ആൻഡ് റിമൂവ്സ് ദം. റിമൂവ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ യൂട്ടിലിറ്റി പ്രോഗ്രാമായിട്ട് വിൻസിപ്പ് എന്ത് പ്രോഗ്രാമാണ്? ഒരു കംപ്രഷൻ ടൂളാണ് വിൻസിപ്പ് എന്ന് പറയുന്നത്. കാസ്പെർസ്കി എന്ന് പറഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? ഒരു ആൻറ്റിവൈറസിന് എക്സാമ്പിളാണ്. ആൻറ്റിവൈറസിന് എക്സാമ്പിളാണ് കാസ്പെർസ്കി, നോർട്ടൺ, അതുപോലെ അവാസ്റ്റ പോലുള്ള സോഫ്റ്റ്വെയർസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലാത്തതെന്ന് ചോദിച്ചു. GNU ലിനക്സ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ജിംബ് ഓപ്പൺ സോഴ്സ് ആണ്. മോസില്ല ഫയർഫോക്സും ഓപ്പൺ സോഴ്സ് ആണ്. മോസില്ല ഫയർഫോക്സ് ഓപ്പൺ സോഴ്സ് ആണ്, മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും, കാരണം ഉബുണ്ടുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇയാൾ ഉബുണ്ടുവിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അയാൾ എന്തല്ല, MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ഫ്രീ വെയർ ഓപ്പൺ സോഴ്സ് അല്ല. അടുത്തതാണ് കമ്പയർ ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ. ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള കമ്പാരിസൺ.
എന്താണ് ഫ്രീ വെയർ, എന്താണ് ഷെയർ വെയർ ചോദിക്കാറുണ്ട്. കോപ്പിറൈറ്റഡ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ അൺലിമിറ്റഡ് പീരീഡ്. എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ കോപ്പിറൈറ്റ് ഉണ്ട്. നമുക്ക് തോന്നിയ മാതിരി എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നമ്മളുടെ VLC മീഡിയ പ്ലെയർ അതിനൊരു എക്സാമ്പിളാണ്. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നമുക്ക് ചിലവൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരും. ആൾ ദ ഫീച്ചേഴ്സ് ആർ ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. ഫ്രീ വെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് വെറുതെ കിട്ടി, നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ വേറെ ആൾക്ക് കൊടുക്കുകയും ചെയ്യാം. അടുത്തതാണ് ഷെയർ വെയർ. ഷെയർ വെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ, അതായത് പൈസക്ക് വിൽക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഗിവ്സ് യൂസർ എ ചാൻസ് ടു ട്രൈ ദ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്നതിന് മുൻപ് ഒരാഴ്ചത്തെ ട്രയൽ പീരീഡ്, 1 month ട്രയൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ട്രയൽ പീരീഡ് തരും, നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ. ആൾ ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആവത്തില്ല. ഷെയർ വെയർ മേ ഓർ മേ നോട്ട് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. അവരുടെ ഈ കമ്പനിയുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് അബൌട്ട് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് ഒരു ബ്രീഫ് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഓരോരുത്തരെ പറ്റിയിട്ടും. ഫസ്റ്റ് വൺ ആണ് പ്രിന്റർ. പ്രിന്റർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് പ്രിന്റർ ആണുള്ളത്. പ്രിന്റർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഗിവ് ഹാർഡ് കോപ്പി, സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ PDF മൊബൈലിലും അതുപോലെ കമ്പ്യൂട്ടർ സ്ക്രീനിലൊക്കെ കാണുന്നതിനെയാണ് സോഫ്റ്റ് കോപ്പി എന്ന് വിളിക്കുന്നത്. പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ടുള്ള സാധനത്തിനെയാണ് ഹാർഡ് കോപ്പി എന്ന് വിളിക്കുന്നത്. അങ്ങനെ തരുന്നതിനെയാണ് നമ്മൾ പ്രിന്റർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് പ്രിന്റർ ആണുള്ളത്, ഇമ്പാക്റ്റ് പ്രിന്റർ, നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ. ഇമ്പാക്റ്റ് പ്രിന്റർ മേക്സ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ പേപ്പർ വൈൽ പ്രിന്റിങ്. ഒറ്റ എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അടുത്തതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ്. ഡു നോട്ട് മേക്ക് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ പേപ്പർ വൈൽ പ്രിന്റിങ്. ഏതൊക്കെയാണടാ? ഇങ്ക് ജെറ്റ് ഉണ്ട്, ലേസർ ഉണ്ട്, തെർമൽ പ്രിന്റിംഗ് ഉണ്ട്. ഇങ്ക് ജെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ക് ലിക്വിഡ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ലേസർ പ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ക് പൗഡർ ആയിരിക്കും ഉണ്ടാവുക. തെർമൽ പ്രിന്ററിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ്. എന്താണടാ? ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ. നമുക്ക് ടെക്സ്റ്റൈൽസ് ഒന്നും അതുപോലെ KCB ബില്ലൊക്കെ ഇപ്പോൾ ഈ രൂപത്തിലാണ് വരാറുള്ളത്. ജസ്റ്റ് ഒന്ന് എടുത്ത് ഇസ്തിരിട്ട് നോക്കുകൊണ്ട് ബില്ല് അടിച്ചു കൊണ്ടുവന്നേക്കിന് മൊത്തം ബ്ലാക്ക് കളറായിട്ട് മാറും. അടുത്താണ് QR കോഡ് റീഡർ. QR കോഡ് റീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് റെസ്പോൺസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. എ QR കോഡ് സിമിലർ ടു ബാർകോഡ് ബട്ട് എ ബാർകോഡ് ഈസ് എ സിംഗിൾ ഡയമെൻഷനൽ ആണ് ബാർകോഡ് എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ വരകളായിരിക്കും ബാർകോഡിൽ ഉണ്ടായിരിക്കുക. QR കോഡ് ആർ 2 dimensional. QR കോഡ് സ്റ്റോഴ്സ് മോർ ഡാറ്റ ലൈക്ക് വെബ്സൈറ്റ്, URL, പെയിൻ ടെക്സ്റ്റ്, അതുപോലെ ഫോൺ നമ്പർ. പക്ഷേ ബാർകോഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? നമ്പർ മാത്രമേ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ എന്തൊക്കെ പറ്റും? ടെക്സ്റ്റും അതുപോലെ ഫോൺ നമ്പേഴ്സും എല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. 3D പ്രിന്റർ യൂസ്ഡ് ടു പ്രിന്റ് 3D ഒബ്ജക്റ്റ്. ഇറ്റ് ക്യാൻ പ്രിന്റ് സെറാമിക് കപ്പ്, പ്ലാസ്റ്റിക് ടോയ്സ്, മെറ്റൽ മെഷീൻ പാർട്സ് എക്സെട്ര. അടുത്തതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഗിവ് യൂസേഴ്സ് ദ ഫ്രീഡം ടു യൂസ്, കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച്, ഇംപ്രൂവ് ദ സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ചെയ്തിട്ട് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. പൈസക്ക് വെക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. എക്സാമ്പിൾസ് ഏതൊക്കെയാടാ? GNU ലിനക്സ്, ജിംബ്, മോസില്ല ഫയർഫോക്സ്, അതുപോലെ ഓപ്പൺ ഓഫീസ് ORG, ഓപ്പൺ ഓഫീസ് കാൽക്ക് ഉണ്ട്, ഇംപ്രസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഓപ്പൺ ഓഫീസിൽ വരുന്നുണ്ട്. അടുത്തതാണ് സ്റ്റുഡൻസ് റോൾ ഇൻ വേസ്റ്റ് ഡിസ്പോസൽ. നമ്മളുടെ ആസ് എ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് വേസ്റ്റ് ഡിസ്പോസലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കൊണ്ടു. സ്റ്റോപ്പ് ബൈയിങ് അൺനെസസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ട്രൈ ടു റിപ്പയർ ഫാൾട്ടി ഡിവൈസസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ന്യൂ വൺ. ട്രൈ ടു റീസൈക്കിൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ബൈ റീചാർജബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പോസബിൾ ബാറ്ററീസ്. ബൈ പ്രൊഡക്റ്റ് വിത്ത് ഗുഡ് വാറണ്ടി. നല്ല സാധനം മേടിക്കുക, ചൈനയുടെ സാധനം മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, പെട്ടെന്ന് തീരുമാനമാവണ അവസ്ഥ ഉണ്ടാക്കരുത്. അടുത്താണ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷണൽ യൂണിറ്റ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം സാധനമായിരുന്നു, എക്സെപ്റ്റ് ഇയാൾ ഇങ്ങനെ ഒരാൾ അതിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, രജിസ്റ്റേഴ്സും കൂടെ അതിക്ക് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ഇപ്പോൾ ഉള്ള സാധാരണ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. വൺ ഹ്യൂമൻ ആർക്കിടെക്ചറിൽ എന്തില്ല? രജിസ്റ്റേഴ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. സോ ചാപ്റ്റർ ഇതോടുകൂടി ഇവിടെ തീരുകയാണ്. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞതുപോലെ തന്നെ പഠിച്ചിട്ട് പോകണം. ഇതിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. ഔട്ട്പുട്ട് ഡിവൈസസിൽ നമ്മളുടെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്സ് ഉണ്ട്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക. എന്ത്? കാഥോഡ് റേ ട്യൂബ്, TFT, LED, LCD, OLED. ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം നോക്കുക. ഏതൊക്കെയാണ് പറഞ്ഞത്? TFT പറഞ്ഞു, TFT, അതുപോലെ LED, അതുപോലെ LCD ഉണ്ട്, അതേപോലെ പിന്നെന്താ ഉള്ളത്? OLED ഉണ്ട്. ഇത്രയും സാധനങ്ങൾ, ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ വൃത്തിക്ക് പഠിച്ചിട്ട് പൊക്കോണ്ടു. പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.